ഭവനങ്ങളിൽ ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വരുന്നതിന് വേണ്ടി ധനത്തിന്റെ ഒഴുക്ക് നമ്മളിലേക്ക് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു മാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഗൃഹത്തിലെ അലമാരിയുടെ അടിഭാഗത്ത് ഇതൊന്ന് സൂക്ഷിക്കുക. പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അനാവശ്യ ചിലവുകൾ ഇല്ലാതാവുക, ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടുക, ശമ്പള വർധനം ഉണ്ടാവുക, ഇവയൊക്കെ സംഭവിക്കുന്നത് വഴി സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നതായിരിക്കും. ഇതിനായിട്ട് വീട്ടിലുള്ള 2 സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. ഒരു പ്രാവശ്യം നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ 1 മാസം കഴിഞ്ഞ് ചെയ്താൽ മാത്രം മതി. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിത് ചെയ്യാവുന്നതുമാണ്. ഈ 1 മാസം മുഴുവൻ ഇതിന്റെ ഫലം നമുക്ക് നിലനിൽക്കുന്നതാണ്. ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് വഴി പണം വരുന്നതിനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുക, കിട്ടാക്കടങ്ങൾ കിട്ടുക, ഇവയൊക്കെയാണ് സംഭവിക്കും. ചെയ്യേണ്ടുന്നത് വ്യാഴാഴ്ച ദിവസമോ ഞായറാഴ്ച ദിവസമോ വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് എല്ലാ പ്രായത്തിലുള്ളവർക്കും അതുപോലെ തന്നെ സ്ത്രീ പുരുഷന്മാർക്കും ഇത് ചെയ്യാവുന്നതാണ്. കുളിച്ച് ശുദ്ധിയോടെ വേണം ഇത് ചെയ്യാൻ. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്നത് കല്ലുപ്പും ചെറുനാരങ്ങയുമാണ്. കല്ലുപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലക്ഷ്മി കടാക്ഷമുള്ളതാണ് കല്ലുപ്പ്. അതുപോലെ തന്നെ ചെറുനാരങ്ങയും ലക്ഷ്മി കടാക്ഷമുള്ള ഒന്നാണ്. അപ്പോൾ ഇവ 2 ലക്ഷ്മി കടാക്ഷമുള്ള 2 സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. വീട്ടാവശ്യത്തിന് വേണ്ടി എടുത്തതിന്റെ ബാക്കി ഉപ്പ് എടുക്കാതിരിക്കുന്നതാണ് ഉചിതമായിട്ടുള്ളത്. കാരണം അതിനായിട്ട് നമ്മൾ 1 കവർ ഉപ്പ് വാങ്ങിച്ചതിന് ശേഷം അതിൽ നിന്ന് നമ്മുടെ ഈ ആവശ്യങ്ങൾക്ക് എടുത്ത് ബാക്കി നമുക്ക് വീട്ടാവശ്യത്തിന് എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഒരു ഗ്ലാസ് പാത്രമോ സ്റ്റീൽ പാത്രമോ എടുക്കുക. ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രം എടുക്കാതിരിക്കുക. നാരങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നന്നായി പഴുത്തതും കേടുപാടുകളൊന്നും ഇല്ലാത്ത നാരങ്ങ നോക്കി എടുക്കുക. പച്ച നാരങ്ങ ഒരു കാരണവശാലും എടുക്കുകയരുത്. അതുപോലെ തന്നെ പൊടിയുപ്പ് എടുക്കാൻ പാടില്ല, കല്ലുപ്പ് തന്നെ എടുക്കണം. ഇനി ഇത് എടുത്തിരിക്കുന്ന പാത്രത്തിലേക്ക് കല്ലുപ്പ് നിറയ്ക്കുക. നന്നായിട്ട് നല്ല രീതിയിലൊന്ന് അടച്ചു വയ്ക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് നിറയ്ക്കുക. നിറച്ചതിന് ശേഷം നാരങ്ങ 2ആയി മുറിച്ച് കല്ലുപ്പിന് മുകളിൽ മലർത്തി വയ്ക്കുക. ശേഷം ഈ പാത്രം കയ്യിലെടുത്ത് കിഴക്ക് ദർശനമായിട്ട് നിന്ന് കുടുംബദേവതയെയോ അല്ലെങ്കിൽ ഇഷ്ടദേവതയെയോ പ്രാർത്ഥിക്കാവുന്നതാണ്. കുടുംബത്തിനുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി സാമ്പത്തിക ഭദ്രത കൈവരുന്നതിന് വേണ്ടിയിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. ശേഷം ഈ പാത്രം അടച്ച് അലമാരിയുടെ അടിയിൽ ഭദ്രമായി സൂക്ഷിക്കുക. അലമാരിയുടെ അടിയിൽ എന്ന് പറയുമ്പോൾ അകത്തായിരിക്കരുത്, അലമാരിയുടെ പുറത്ത് അടിഭാഗത്ത് ആരും കാണാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട്. കല്ലുപ്പ് ലക്ഷ്മി കടാക്ഷമുള്ളതാണ്. ഇത് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കുകയും, ചെറുനാരങ്ങയിൽ ലക്ഷ്മി കടാക്ഷമാണ്. ഇത് ഭവനത്തിലുള്ള നെഗറ്റീവിനെ പുറത്താക്കി പോസിറ്റീവ് എനർജി നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾ ഒഴിച്ച് പുറത്തുള്ള ആരും അറിയാനായിട്ട് പാടില്ല. 5 ദിവസം കഴിഞ്ഞ് നാരങ്ങ എടുത്ത് ഒഴുകുന്ന വെള്ളത്തിലോ നാം ചവിട്ടാത്ത മരത്തിന്റെ ചുവട്ടിലോ ഒഴിക്കാവുന്നതാണ്. വെള്ളി, ചൊവ്വ ദിവസങ്ങളിൽ ഇത് പുറത്ത് കളയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ദിവസവും ഈ ഉപ്പും നാരങ്ങയും എടുത്ത് പുറത്ത് കളയരുത്. നമ്മൾക്ക് വരുന്ന ഈ 5 ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണെങ്കിൽ 6ആം ദിവസത്തിൽ മാത്രം നമ്മളിത് ചെയ്താൽ മതിയാകും. ഒന്ന് ചെയ്ത് നോക്കൂ. നമുക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ധനപുരോഗതിയൊക്കെ ഉണ്ടാവും എന്ന് കരുതി നമ്മൾ കോടീശ്വരരാകും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഈ ഒരു മാർഗം എന്ന് പറയുന്നത്.